നമസ്കാരം, ഞാൻ പാർവതി. മലയാളികളുടെ സ്വന്തം സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി. സാധാരണക്കാരൻ സംസാരിക്കുന്ന ഭാഷയെ ഒരു സാഹിത്യ ഭാഷയാക്കി മാറ്റിയ എഴുത്തുകാരൻ. ജനപ്രീതിയും സ്നേഹവും വായനക്കാരുടെ ഇടയിൽ നിന്നും ലഭിച്ച കൊച്ചു മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായ ബാല്യകാല സഖി എന്ന കഥയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇതിന് അവതാരിക എഴുതിയത് MP പോൾ ആണ്. ബഷീറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു MP പോൾ. നമുക്കറിയാം, മജീദും സുഹറയും താര ജോഡികൾ. എന്നാൽ അവരുടെ ബാല്യകാലത്ത് അവര് ബന്ധശത്രുക്കളായിരുന്നു. സുഹറയുടെ മൂർച്ചയേറിയ ആയുധം എന്ന് പറയുന്നത് അവളുടെ നഖങ്ങളാണ്. മജീദ് ഒരു ആണാണല്ലോ, അപ്പോ അതിന്റെ വീര്യവും ധൈര്യത്തിലും ചിട്ടയോടും കൂടിയാണ് അവൻ നടക്കുന്നതെല്ലാം. പക്ഷേ അവന് ഒന്നിനെ മാത്രമേ പേടിയുള്ളൂ, സുഹ്റായുടെ ആ കൂർത്ത നഖങ്ങളെ. അവർ തമ്മിൽ ഒരുപാട് അടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ അവർ സുഹൃത്തുക്കളായി മാറി. അത് ഒരു സംഭാഷണത്തിനിടയിലാണ്. അത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതായത്, മജീദ് അവളോട് പറഞ്ഞു, ഞാൻ വലുതായാൽ ഒരു മാളിക പണിയുമെന്ന്. വാനോളം വലുതായ ഒരു മാളിക. അവൾക്ക് പിന്നെയും ഒരു സംശയം, അതില് ചെറുക്കൻ ഒറ്റയ്ക്കാ താമസിക്കാൻ പോണേ? അല്ല. മജീദ് അറബിക് കഥകളെ ഓർത്തുകൊണ്ട് പറഞ്ഞു, ഞാനും ഒരു രാജകുമാരിയും. രാജകുമാരി? അങ്ങനെ ഒരുത്തി ആ നാട്ടിലെങ്ങും ഇല്ല. എങ്കിലും ഏതാ പെണ്ണ്? ഒരു രഹസ്യമെന്ന മാതിരി മജീദ് പറഞ്ഞു. അതൊക്കെയുണ്ട്. അത് കേട്ടപ്പോൾ സുഹ്റായുടെ മുഖത്തെ പ്രകാശം മാഞ്ഞുപോയി. അവൾക്ക് അരിശവും വ്യസനവും വന്നു. അവൾ ചെടിക്കമ്പുകൾ താഴെയിട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മജീദ് ആജ്ഞാപിച്ചു, എടുത്തോണ്ട് വാ പെണ്ണെ പൂക്കള്. സുഹ്റ പൊട്ടിക്കരഞ്ഞു. ഞാൻ വരണില്ല ചെറുക്കന്റെ കൂട്ടത്തി, രാജകുമാരിനെ കൊണ്ട് എടുപ്പീര്. ആ നില അത് മജീദിന്റെ മനസ്സിനെ അലിയിച്ചു. അവൻ അടുത്തു ചെന്ന് അവളുടെ മുമ്പിൽ ഇരുന്നു. സുഹ്റയാണ് എന്റെ രാജകുമാരി. അങ്ങനെ ഈ സംഭാഷണത്തിനൊടുവിൽ അവർ സുഹൃത്തുക്കളാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മജീദ് എന്ന് പറയുന്നത് വലിയൊരു പണക്കാരന്റെ മകനാണ്. എന്നാൽ സുഹറ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു യുവാവിന്റെ മകൾ. പക്ഷേ സുഹറയായിരുന്നു ക്ലാസ്സിൽ ഒന്നാമത് കണക്കില്. മജീദ് മോശക്കാരനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉസ്താദ് മജീദിനോട് ചോദിച്ചു, ഒന്നും കൂട്ടിയാൽ എത്രയാടാ എന്ന്. അപ്പോ മജീദ് പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്, ഇമ്മിണി ബല്യൊന്ന്. അവൻ ഉദ്ദേശിച്ചത് ഒരു കുഞ്ഞുപുഴയും മറ്റൊരു കുഞ്ഞുപുഴയും കൂട്ടിമുട്ടിയാൽ അതിന്റെ വീതി വലുതാവും. അതുകൊണ്ടാണ് അവൻ ഇമ്മിണി ബല്യൊന്ന് എന്ന് പറഞ്ഞത്. അതായത് ഒന്നും കൂട്ടിയാൽ ഒന്ന് തന്നെ എന്ന് ഉത്തരം. അത് തെറ്റായിരുന്നു. അതിനു മറുപടിയായി ഉസ്താദ് മജീദിനെ ബെഞ്ചിൽ കയറ്റി നിർത്തി. പിന്നീട് സുഹറ അവന് കണക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതോടെ മജീദ് വലിയ ക്ലാസ്സിൽ ഒന്നാമനായി. പിന്നീട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ബാല്യകാല സ്മരണകൾ മാഞ്ഞുപോയി. അതിനിടയ്ക്ക് മജീദിന്റെ സുന്നത്തും സുഹറയുടെ കാതുകുത്ത് കല്യാണവും ഒക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. ആ ഇടയ്ക്കാണ് സുഹറയുടെ ഉപ്പ മരിക്കുന്നത്. ആ ഒരു സംഭവം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സുഹറയ്ക്ക് ഇനിയും ഒരുപാട് പഠിക്കണമെന്നുണ്ട്. പക്ഷെ അവളുടെ ജീവിത സാഹചര്യം അതിന് അനുവദിക്കുന്നതേയില്ല. മജീദിന് അവളോട് അലിവ് തോന്നി. ഒരു ദിവസം മജീദിന്റെ ഉപ്പ മജീദിനോട് പറഞ്ഞു,
എടാ നീ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തോ ഒരു ജോലി ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് മജീദ് കേട്ടില്ല. അതോടുകൂടി മജീദിനെ ഉപ്പ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇനി എങ്ങോട്ട് പോകും? വീട്ടിൽ കയറാൻ സ്ഥാനമില്ല. ഇനി എങ്ങോട്ട് എന്ന ചോദ്യം മാത്രം അവന്റെ മുന്നിൽ നിന്നു. അവൻ 4 വർഷം ലോകങ്ങൾ ചുറ്റി നടന്നു. വെറും കൈയോടെ നാട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും ഉപ്പയുടെ പണക്കാരൻ എന്ന പദവി പോയി കഴിഞ്ഞിരുന്നു. ഉപ്പയുടെ സ്വത്തുക്കളെല്ലാം കടമായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം മജീദ് കേൾക്കുന്നത്. നമ്മുടെ സുഹറയുടെ കല്യാണം കഴിഞ്ഞു എന്ന്. ഒരു പ്രത്യേക തരത്തിലുള്ള വികാരമാണ് നമുക്കിത് വായിക്കുമ്പോൾ കിട്ടുന്നത്. എന്നിട്ട് സുഹറ മജീദ് വന്നു എന്നറിഞ്ഞ പാടെ സുഹറ മജീദിന്റെ അടുത്തേക്ക് വന്നു. അത് ഒരു സംഭാഷണ രൂപത്തിലാണ് എഴുത്തുകാരൻ അതിനെ വർണ്ണിക്കുന്നത്. അതായത് മജീദ് സുഹറയോട് ചോദിക്കുകയാണ്, ഞാൻ സുഹറയെ മറന്നു കളഞ്ഞു എന്നാണ് സുഹറ വിചാരിച്ചത് അല്ലേ? എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തേ എഴുത്തയക്കാഞ്ഞത്? അപ്പൊ മജീദ് പറഞ്ഞു, അയച്ചില്ലെന്നു മാത്രം. എന്തേ പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അയച്ചില്ല. ഞാൻ ദിവസവും എഴുത്ത് പ്രതീക്ഷിക്കും. ഇന്ന് വരും നാളെ വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഈ വിവാഹം നടന്നത്? ഞാൻ പറഞ്ഞില്ലേ എന്നോട് ആരും ചോദിച്ചില്ലെന്ന്. പിന്നെ ഞാനൊരു ഭാരമായി എത്ര നാൾ കഴിയും? ഞാനൊരു സ്ത്രീയല്ലേ? ഒടുവിൽ വീടും പുരയിടവും പണയം എഴുതി കൊടുത്ത് പൊന്നും മറ്റും ഉണ്ടാക്കി കല്യാണം കഴിഞ്ഞു. എന്നിട്ട് ഇത്ര ക്ഷീണിച്ചു പോയത്? സുഹറ മിണ്ടിയില്ല. പറയൂ സുഹറ, ഇത്ര ക്ഷീണിച്ചത്? കാരണം അവരുടെ ഭർത്താവ് വേറെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതാണ്. അവിടെ സുഹറ എത്തിയപ്പോൾ അടിയും വഴക്കും വക്കാണവും എല്ലാമായി. അതുകൊണ്ടാണ് സുഹറ ഇത്ര ക്ഷീണിച്ചത്. മജീദ് വന്നപ്പോ സുഹറ മജീദിന്റെ അടുത്ത് തന്നെ ഇരുന്നു. കല്യാണം കഴിച്ച ഭർത്താവിനെ വേണ്ടെന്ന് തന്നെ അവൾ വെച്ചു. സുഹറയെ എങ്ങനെയെങ്കിലും സുഹറയെ കല്യാണം കഴിക്കണം എന്നായിരുന്നു മജീദിന്റെ ചിന്ത. എങ്ങനെ കഴിക്കും? തനിക്ക് 3 പെങ്ങന്മാരുണ്ട്. ആ പെങ്ങന്മാരുടെ നിക്കാഹ് കഴിക്കണ്ടേ? അതിന് പൈസ എവിടുന്ന്? ഒരു ജോലിയുണ്ടോ മജീദിന്? ഇല്ല. അങ്ങനെ മജീദ് ജോലിക്ക് വേണ്ടി വീണ്ടും നാട്ടിൽ നിന്ന് പോയി. അങ്ങനെ ഒരു ജോലി കിട്ടി അവന്. ഒരു പോസ്റ്റ്മാന്റെ എങ്ങാറ്റം ജോലിയായിരുന്നു അവന് ലഭിച്ചത്. ഒരു ദിവസം സൈക്കിൾ എടുത്ത് അവൻ പോവുകയായിരുന്നു. അപ്പോ എന്തോ ഒന്ന് സൈക്കിളിൽ തട്ടിയിട്ട് അവൻ വീണു. ഒരു ഡാമിലേക്ക് വീണു. അതോടെ അവന്റെ ഇടത്തെ കാല് മുറിക്കേണ്ട ആ ഒരു അവസ്ഥ വന്നു. എത്ര വികാര നിർഭരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് വായനക്കാരൊന്ന് നോക്കണം. അതിനുശേഷം ആ ഒറ്റക്കാലം വെച്ചുകൊണ്ട് അവൻ ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ. പക്ഷേ അവന് അവിടെ അവസരമൊന്നും കിട്ടിയില്ല. തിരിച്ച് നാട്ടിലേക്ക് പോകണോ എന്ന ചിന്ത അവന്റെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ അവൻ അവസാനം ഒരു ജോലി കിട്ടി. ഹോട്ടലിൽ പാത്രം കഴുകുക. അവിടെ ഇരുന്ന് കൊടുത്താൽ മതിയല്ലോ, നിന്നിട്ടൊന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെ അവൻ ജോലിക്ക് തയ്യാറായി. സുഖസുന്ദരം. പൈസ കിട്ടുമ്പോ നാട്ടിലേക്ക് അയക്കും. എന്നിട്ട് ഒരു കത്ത് വന്നു. ഉമ്മയുടെ കത്താണ്. സുഹറ മരിച്ചു എന്നതാണ് ആ കത്തിലെ വാർത്ത. മജീദിനെ എന്തു ചെയ്യണമെന്ന അവസ്ഥ അവനെ പിടിപെട്ടു. അവൻ ഒരു നിമിഷം സ്തംഭിതനായി നിന്നു. നമ്മളെ ഏവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവസാനം ബഷീർ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. തന്റെ സുഹറ മരിച്ചു. ബാല്യകാല സഖി വിടവാങ്ങി. ഈ കഥയുടെ പ്രത്യേകത എന്ന് വെച്ചാല് അവസാനം നമ്മൾക്ക് വേണ്ടി ഒരു ചോദ്യം ബാക്കി വെച്ചിട്ടാണ് കഥാകൃത്ത് ഈ കഥ നിർത്തുന്നത്. ഈ നാട് വിട്ട് പോകാൻ നേരത്ത് സുഹറ എന്തോ പറയാനാഞ്ഞു. അപ്പൊ ഒരു ബസ് വന്നു, വേഗം ബസ് വന്നു. ബസ്സിലാണ് കയറേണ്ടത്. അവർക്ക്
എന്തോ ഒന്ന് മജീദിനോട് പറയാനുണ്ടായിരുന്നു. എങ്കിലും അവൾ പറഞ്ഞില്ല. സമയം അതിനെ സമ്മതിച്ചില്ല. എന്തായിരിക്കും സുഹറ പറയാൻ പോവുകയുണ്ടായിരുന്നത് എന്ന ചോദ്യം. എന്തായാലും സുഹറ എന്ന വ്യക്തി ഈ ലോകത്തിൽ ഇനിയില്ല. ഒരിക്കൽ കൂടി പറയാം, തന്റെ ബാല്യകാല സഖി വിടവാങ്ങിയിരിക്കുന്നു. നന്ദി.